നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾ നേരത്തെയും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു വധഭീഷണി വന്നിരിക്കുകയാണ്. പക്ഷേ ഈ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് സുഹൃത്തിനോടുള്ള വൈരാഗ്യം കാരണം ആ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും ഒരു വധഭീഷണി മുഴക്കി സുഹൃത്തിനെ കുടുക്കുക എന്ന ഉദ്ദേശത്തോടെ നടന്ന സംഭവ വികാസങ്ങളാണ്. എന്താണെന്ന് വിശദമായി നോക്കാം. ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിൽ നിന്നുള്ള 35-കാരൻ ആണ് അറസ്റ്റിലായിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന്. സമീർ രഞ്ജൻ എന്ന വ്യക്തിയാണ് പ്രതി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസത്തെ ബീഹാർ സന്ദർശനത്തിലായിരുന്നു പ്രധാനമന്ത്രി. ഈ ബീഹാർ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്നായിരുന്നു വധഭീഷണി മുഴക്കിയത്. സുൽത്താൻ ഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മഹേഷി ഗ്രാമത്തിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭഗൽപൂരിൽ നിന്നാണ് സുരക്ഷാ ഏജൻസികൾക്ക് പ്രതിയുടെ വാട്സാപ്പ് കോൾ കിട്ടിയത്. മന്ദു ചൗധരി എന്ന വ്യക്തിയുടെ മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നാണ് കോൾ വന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പക്ഷേ ഈ വ്യക്തിയല്ല ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയതെന്നും ഈ വ്യക്തിയുടെ സുഹൃത്ത്, അതായത് ഈ വ്യക്തിയോട് ഒരു കോപമുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള മറ്റൊരു സുഹൃത്താണ് ഇത്തരത്തിൽ ഈ വ്യക്തിയുടെ നമ്പർ ദുരുപയോഗം ചെയ്ത് വധഭീഷണി മുഴക്കിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിശദമായ അന്വേഷണത്തിൽ പ്രതി സമീർ രഞ്ജൻ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് മന്ദു ചൗധരിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് വാട്സാപ്പ് കോൾ ചെയ്യുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ഇരുവർക്കുമിടയിൽ സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും മന്ദു ചൗധരിയെ കുടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തതെന്നും മനസ്സിലാക്കുകയായിരുന്നു. ഇയാളുടെ നമ്പറിൽ നിന്നും വിളിച്ച് വധഭീഷണി മുഴക്കിയത് സമീർ രഞ്ജനാണ്. എന്തായാലും 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു തർക്കം, ആ തർക്കത്തിനൊടുവിൽ ആ വ്യക്തിയെ കുടുക്കുക അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ കുടുക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റൊരു വ്യക്തി ചെയ്ത ഒരു കുടുക്കായിരുന്നു ഇത്. പ്രധാനമന്ത്രിക്ക് വധഭീഷണി അയാളുടെ ഫോണിൽ നിന്ന് വിളിച്ച് പറയുക. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വകവരുത്തുമെന്നൊരു ഭീഷണി മുഴക്കിയിരുന്നു. ഈ കേസിലെ പ്രതിയായ യുവാവിനെ കോടതി 2 വർഷം കഠിന തടവിന് ശിക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. 2023 നവംബറിൽ മുംബൈ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു ചുനാഭട്ടി നിവാസി കമ്രാൻ ഖാൻ. സമാധാന അന്തരീക്ഷം തകർക്കുക, ഭീതി സൃഷ്ടിക്കുക എന്നിവയടക്കമുള്ള കുറ്റങ്ങൾക്കാണ് ശിക്ഷ നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെയുള്ള ഭീഷണികൾ ന്യായീകരിക്കാനാകില്ലെന്നും ഇതൊരു ഗുരുതര കുറ്റമാണ് പ്രതി ചെയ്തതെന്നും കോടതി കണ്ടെത്തി. പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഭീഷണി സന്ദേശത്തെ തുടർന്ന് പോലീസ് സേന ഒന്നാകെ സുരക്ഷാ നടപടികളിലേക്ക് കടന്നു. പ്രതി മാനസിക ദൗർബല്യമുള്ളയാണെന്ന് അഭിഭാഷകൻ വാദിച്ചു. പക്ഷേ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പ്രധാനമന്ത്രിക്കെതിരെ സാധാരണക്കാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരുപാട് വധഭീഷണി സന്ദേശങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെട്ടിനുറുക്കുമെന്ന് വിവാദ പ്രസംഗം നടത്തി തമിഴ്നാട് മന്ത്രി TM അൻപരശൻ. ഒടുവിൽ ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ സത്യരഞ്ജൻ സ്വയനാണ് DMK മന്ത്രിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത്. നിലവിൽ തമിഴ്നാട് മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു അൻപരശൻ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ പല്ലാവാരത്തിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് അൻപരശൻ പ്രധാനമന്ത്രിയെ വെട്ടിനുറുക്കുമെന്ന് പരാമർശിച്ചത് പ്രസ്താവന മുഴക്കിയത്. വധഭീഷണി മുഴക്കിയ ഇയാൾക്കെതിരെ ഒടുവിൽ നിയമ നടപടികളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്തുണ്ടാക്കുമെന്ന് പരസ്യമായി പറയുകയായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെയുള്ള കലാപാഹ്വാനം, ക്രമസമാധാനം തകർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം എന്നിങ്ങനെയുള്ള ആരോപണങ്ങളിൽ FIR-ഉം ഇട്ടിരുന്നു. പരിപാടിയിൽ അൻപരശൻ നടത്തിയ വിവാദ പ്രസംഗത്തിൻ്റെ വീഡിയോ അടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു. അത് വലിയ തെളിവായി മാറിയിരുന്നു. പ്രസംഗത്തിന് വേദിയിലുള്ള മറ്റു നേതാക്കൾ കൈയടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. ഇങ്ങനെയായിരുന്നു അൻപരശൻ പറഞ്ഞത്. നിരവധി പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും മോശമായി സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മോദി DMK പാർട്ടിയെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു. അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? DMK ഒരു സാധാരണ പാർട്ടിയല്ല. നിരവധി പേർ ജീവത്യാഗം ചെയ്തും രക്തം ചീന്തിയും വളർത്തിയ പ്രസ്ഥാനമാണ്. DMK ഉന്മൂലനം ചെയ്യുമെന്ന് ഇതിനു മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞവരാണ് നശിച്ചു പോയത്. പാർട്ടി ഇപ്പോഴും ശക്തമായി തുടരുന്നു. ഇതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കൂ. മന്ത്രിയായി പോയി, അതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. അല്ലായിരുന്നെങ്കിൽ വെട്ടിനുറുക്കിയേനെ എന്നായിരുന്നു അൻപരശൻ്റെ പരാമർശം. IPC സെക്ഷൻ 153, 268, 503, 505, 506 വകുപ്പുകളാണ് മന്ത്രിക്കെതിരെ FIR-ൽ ഉൾപ്പെടുത്തിയിരുന്നത്. അൻപരശൻ പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു.
ഇതിനെപ്പറ്റിയും FIRൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തത്. അതേസമയം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നോക്കാം. അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധേയമാകുന്നു. മുർഷിദാബാദിൽ നടന്ന അക്രമങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ക്രൂരതയാണ് എടുത്തുകാട്ടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രമസമാധാനം പാലിക്കുന്നതിൽ മമതാ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് മുന്നിൽ അവർ കണ്ണടച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ബംഗാളിലെ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തെ തന്നെ കീറിമുറിക്കുന്ന അക്രമമാണ് സംസ്ഥാനത്ത് നടന്നത്. മമതാ ബാനർജിയുടെ സർക്കാർ പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ്. ഹൈന്ദവ സമൂഹത്തെ സംരക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടമായി. ജനങ്ങൾക്കിപ്പോൾ കോടതിയെ മാത്രമേ ആശ്രയിക്കാനാവൂ എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയിൽ ജനങ്ങൾ വളരെയധികം വലയുകയാണ് എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഈ പൊതുപരിപാടിയിൽ. യുവാക്കളും കുടുംബങ്ങളുമാണ് അഴിമതിയുടെ ഭാരം ചുമക്കുന്നതെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചു. ആയിരക്കണക്കിന് അധ്യാപകർ അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാവി സർക്കാർ നശിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. അധ്യാപകർ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖല തന്നെ നശിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ഈ പൊതുപരിപാടിയിൽ പറഞ്ഞു. സർക്കാർ തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കാതെ കോടതിയെ കുറ്റപ്പെടുത്തുകയാണ്. പിന്നാക്ക വിഭാഗങ്ങളെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര ക്ഷേമ പദ്ധതികളെ മമതാ സർക്കാർ തടയുകയാണ്. ദരിദ്രർക്കും പിന്നാക്ക സമുദായങ്ങൾക്കും എതിരായാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ബംഗാളിലെ പൊതുപരിപാടിയിൽ പറഞ്ഞത്. എന്തായാലും പൊതുപരിപാടികളൊക്കെ ആയി സജീവമാണ് പ്രധാനമന്ത്രി. പൊതുപരിപാടികൾ അദ്ദേഹം സജീവമാകുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം, വധഭീഷണി മുഴങ്ങുന്നത് അക്ഷരാർത്ഥത്തിൽ വളരെ ഗൗരവമേറിയതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് വളരെയധികം SPGയുടെ അടക്കം പ്രൊട്ടക്ഷനുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അദ്ദേഹത്തിനൊരു വധഭീഷണി മുഴങ്ങുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. നേരത്തെയൊക്കെ അദ്ദേഹത്തിന് നേരെ വധഭീഷണി മുഴങ്ങിയപ്പോൾ അത് വയ്യാത്ത, അതായത് മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തികളാണ് അത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത് എന്നതടക്കമുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും അത്തരത്തിലൊരു വധഭീഷണി ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെയാണ്. ഒരു സുഹൃത്തിനെ കുടുക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റൊരു വ്യക്തി ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കി ഒരു കുതന്ത്രം മെനഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.